ലെറ്റ്സ് സീ ലൈക്ക് ഇപ്പോൾ ഒരു സ്കൂൾ ടൈം, കോളേജ് ടൈം, പിന്നെ വർക്ക് ചെയ്തു, പിന്നെ ഇപ്പോൾ ഓണ്ടർപ്രണർ ആയി. അപ്പൊ ഈ പല പല ഫേസിലൂടെ വന്നപ്പോഴും ലൈക്ക് സ്ലീപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും പോയിട്ട്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹാബിച്വൽ ഇതില്ല. അപ്പൊ ഞാൻ ചില ദിവസം 10 മണിക്ക് ഉറങ്ങും. 10 മണിയില്ല, 11 മണിക്ക് ഉറങ്ങുണ്ടാവും. ചില ദിവസം 12 മണിയാവും, ചിലപ്പോ 1, 2 ഒക്കെ ആവും. എന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എനിക്ക് തോന്നുന്നത് എഫക്റ്റ് ആയത് ആഫ്റ്റർ മൈ സൺസ് ബർത്ത്. ഓ. അപ്പൊ അവൻ ജനിച്ചിട്ട്, ബിക്കോസ് ഹി വാസ് എ നൈറ്റ് ബോയ്, രാത്രിയാ കരഞ്ഞുകൊണ്ടിരിക്കുക ആ. ചെറുതാവുമ്പോ. അപ്പൊ ആ സമയത്ത് എന്റെ സ്ലീപ്പ് പാറ്റേൺ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും വെച്ചാല്, സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് സ്ലീപ്പ്. കാരണം എനിക്ക് കുറെ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം തലവേദനിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഐ എൻഷുർ ഉം. ദാറ്റ് ഇഫ് ഐ സ്ലീപ്പ് അറ്റ് 2 o'clock, ഐ വേക്ക് അപ്പ് ഓൺലി ബൈ 8 o'clock. അതിന്റെ മുമ്പ് ഞാൻ ഉണരില്ല. അങ്ങനെ ഉം. ഉറങ്ങും ഞാന്. പിന്നെ ഐ ഫോഴ്സ് മൈ സെൽഫ് ടു സ്ലീപ്പ്. ഞാൻ തന്നെ എന്നോട് പറയും യു നീഡ് ടു സ്ലീപ്പ് എന്നുള്ളത് പോലെ. അപ്പൊ എങ്ങനെയും അപ്പൊ ആ ഒരു, ഇപ്പൊ ഞാൻ 4 മണിക്ക് ഉറങ്ങിയെന്നുണ്ടെങ്കിൽ 9 മണിക്ക് എണീക്കുള്ളൂ. അങ്ങനെ ഉം. ആ സ്ലീപ്പ് പാറ്റേൺ ഞാൻ ഇതാക്കും. പിന്നെ അതേപോലെ പിന്നെ എന്തെങ്കിലും മോന്റെ എക്സാം ടൈം ആണെങ്കിലോ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ആ ഒരു സമയത്തെ ഒരു, നമുക്ക് എന്താ പറയാ, വെരി വെരി ഇതായിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ ആട്ടോ. നമ്മൾ തന്നെ ആലോചിച്ച് വരുത്തി വെക്കുന്ന സ്ലീപ്പ് പാറ്റേൺ ഇല്ലേ, ആ ഒരു സിറ്റുവേഷണൽ സ്ലീപ്പ് ഡിസോർഡർ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. പക്ഷെ ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ തലവേദനിക്കും എന്നുള്ളത് നമുക്ക് അറിയണോണ്ട് വി ട്രൈ ടു മാനേജ് ഇറ്റ് സംഹൗ.